പ്പെട്ടതാണ്. മുസ്ലിംകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പുതുതായി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമെന്ന് നാം കരുതുന്ന അല്ലെങ്കിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഇതേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. എന്തുകൊണ്ട് ഇവരെ എതിർക്കുകയും മുസ്ലിം ലീഗിനെ എതിർക്കാതിരിക്കുകയും ചെയ്യുന്നു? ഹുസൈൻ കക്കാട് ഉത്തരഭാഷ. സി പി സലീം. മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിനെ എതിർക്കാതിരിക്കുകയും അതേ ലക്ഷ്യം വെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ തീരുമാനിച്ച ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. ഇതിൽ അടിസ്ഥാനപരമായ ഒരു വിഷയം, മുസ്ലിം ലീഗ് മാത്രമല്ല, അതേപോലെയുള്ള INL പോലുള്ള ഏത് പ്രസ്ഥാനത്തെയും പെടുത്താം. രണ്ട് മുന്നണികളിൽ നിൽക്കുന്നതായതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ രാഷ്ട്രീയ ആവശ്യമല്ല. മുസ്ലിം ലീഗ്, INL പോലെയുള്ള സംഘടനകൾ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്നത് ഇസ്ലാമിനെയാകുന്നു എന്ന് പറയുന്നില്ല. അതിൽ മെമ്പർമാരായാൽ നിങ്ങൾക്ക് സ്വർഗം തരാം എന്നും അവർ പറയുന്നില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ അടുത്തറിയുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറക്കിയിട്ടുള്ള ഒരു 6 പതിറ്റാണ്ടായി ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായും സമാധാനപരമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ആദം നബി അലൈഹി ഇസ്ലാം മുതൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ദൈവദൂതന്മാരുടെ പ്രബോധന പാതയാണ് ജമാഅത്ത് പിന്തുടരുന്നത്. അപ്പൊ അവർ ഈ കാണിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രബോധന പാതയുടെ ഭാഗമാണ് എന്നാണ് അവർ പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ് ജമാഅത്തിന്റെ ആദർശം. അപ്പൊ ആ ആദർശത്തിന് പേരുള്ള പ്രവർത്തനമായിട്ടാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. ഇസ്ലാമിക വ്യവസ്ഥയുടെ സംസ്ഥാപനം ലക്ഷ്യമായി സ്വീകരിച്ച ജമാഅത്തെ ഇസ്ലാമി ഒരേ ഒരു പ്രസ്ഥാനം, ഇസ്ലാമിക വ്യവസ്ഥയുടെ സംസ്ഥാപനം ലക്ഷ്യമായി സ്വീകരിച്ച ഇന്ത്യയിലെ ഒരേ ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പൊ ഇത്തരം പരിചയപ്പെടുത്തലുകളിലൂടെ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന, ഇനി അവർ ചെയ്യാൻ പോകുന്ന കാര്യം, ഉദാഹരണമായി ഇപ്പൊ അവർക്ക് പണി കൂടുകയാണ്. വോട്ടർ ലിസ്റ്റ് ചേർക്കണം, അതേപോലെ തന്നെ വീട്ടിൽ പോയിട്ട് അത് ചേർക്കണം, പിന്നെ പോളിംഗ് ഏജന്റിനെ ചേർക്കണം, പിന്നെ അവിടെ ബൂത്ത് ഉണ്ടാക്കണം, പിന്നെ കൗണ്ടിംഗ് ഏജന്റ് വേറുണ്ട്, പിന്നെ അത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നാൽ പിന്നെ പ്രകടനം വരും. അപ്പൊ ആ പ്രകടനം ഇതെല്ലാം കാണുമ്പോൾ അപ്പൊ റോഡ് ബ്ലോക്ക് ആയെന്ന് വരാം. ഇതൊക്കെ കാണുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ഇസ്ലാമിക വ്യവസ്ഥയിൽ നടപ്പാക്കുന്ന ഒരു പരിപാടിയാവുന്നത് മനസ്സിലാക്കണം. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി, ഞങ്ങൾ സമ്പൂർണമായ ജമാഅത്തെ ഇസ്ലാമിക സംഘടനയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ് ഞങ്ങളുടെ ആദർശം എന്നൊരു ഭാഗത്തുകൂടി ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ഈ ഭാഗത്തുകൂടി ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ ഇപ്പൊ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം ഇസ്ലാമിന്റെ പേരിലാണ് എഴുതുന്നത്. ഇത് മുസ്ലിം ലീഗിൽപ്പെട്ട ഒരാളത് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദ്യമുണ്ടെങ്കിലും ഇസ്ലാം പ്രതിക്കൂട്ടിലേക്ക് വരുന്നില്ല. കാരണം മുസ്ലിം അല്ലാത്ത MLA-മാർ വരെ ലീഗിനുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് രണ്ടിലും താരതമ്യം ഇസ്ലാം പ്രതിക്കൂട്ടിലാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്ന് വരെ അവർ പറഞ്ഞത്, ഇസ്ലാമിന്റെ പേരിൽ അവർ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കേണ്ടി വന്ന സന്ദർഭത്തിൽ 1952 ഫെബ്രുവരി മാസത്തിൽ പ്രബോധനം പുസ്തകം 4 ലക്കം 9 പറയുന്നത്, ജമാഅത്ത് ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും മുസ്ലിങ്ങൾ മുഴുവൻ അത് ബഹിഷ്കരിക്കണമെന്ന് ആശ പ്രദർശിപ്പിക്കുകയും ചെയ്തത് അള്ളാഹുവിനെയും അവന്റെ നിർദ്ദേശത്തെയും തിരസ്കരിക്കുന്ന ഒരു ഭൗതിക രാഷ്ട്രത്തോട് സ്വയം സഹകരിക്കുക എന്നത് തങ്ങൾ പ്രതികരിക്കുന്ന ഇസ്ലാമിന് തികച്ചും വിരുദ്ധമാണെന്ന് ജമാഅത്ത് വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഇസ്ലാമിന് വിരുദ്ധമായതുകൊണ്ടാണ് അന്ന് വോട്ട് ചെയ്യാതിരുന്നത്. ഇന്ന് എന്ത് മാറ്റമാണ് വന്നത്? അതുകൊണ്ട് തന്നെ ഇത്രയും വ്യക്തമായി, കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് പരിശുദ്ധ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണത്തിനു വിരുദ്ധമായി ഷിയാക്കളിലൂടെ നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ സ്വീകരിച്ച ഒരു തെറ്റായ അർത്ഥം ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും ധിക്കാരികളിൽ നിന്ന് ഭരണം പിടിച്ചു വാങ്ങി പടച്ചവന് തിരിച്ചു കൊടുക്കുന്ന ഏർപ്പാടാണ് ചെയ്തത് എന്നത് അങ്ങനെ തന്നെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ, നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ആ കാര്യം. അതുകൊണ്ട് തന്നെ ഇവരുടെ രാഷ്ട്രീയ രംഗപ്രവേശത്തിലെ ഗൂഢോദ്ദേശ്യത്തെയും നമ്മൾ സംശയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ പേര്, നമ്മൾ അത്രേ പറയുള്ളൂ, ഇസ്ലാമിന്റെ പേരിൽ വേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ വേണ്ട. ഇതേ കാര്യം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം. അവരും പറഞ്ഞത് ഇസ്ലാമിലെ ജിഹാദ് യഥാവിധി മനസ്സിലായത് മൗദൂദിക്ക് മാത്രമാണ്, സയ്യിദ് കുത്തുബിനാണ്. അപ്പൊ ആശയം ഒന്ന് തന്നെ. ഈ രണ്ടു കൂട്ടരും ഇസ്ലാമിന്റെ പേരിൽ രംഗത്തിറങ്ങുമ്പോൾ
അവർ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും ഇസ്ലാമിന്റെ പേരിൽ അവരിലൂടെ ഇസ്ലാമിനെ കാണും. കാരണം രാഷ്ട്രീയ രംഗത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായും മതസംഘടനകളെക്കാൾ കൂടുതൽ കവറേജും പ്രസ്താവനയും കാര്യമൊക്കെ ഒക്കെ ഇസ്ലാമിന്റെ പേരിൽ വരും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പേരിൽ എന്നത് ഒഴിവാക്കിയാൽ ഒരു വോട്ട് കൊടുക്കുന്ന കാര്യം വരെ നമുക്ക് ആലോചിക്കാം. കാരണം എന്താ വെച്ചാൽ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ട് വേണ്ട ഈ ക്രൂരത എന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കാത്തത്. മുസ്ലിം ലീഗിൽ അംഗത്വം ചേരുന്ന അല്ലെങ്കിൽ INL അംഗത്വം എടുക്കുന്ന ഒരാൾക്ക് സ്വർഗം കൊടുക്കാം എന്ന് ഈ രണ്ട് പാർട്ടികളും പറയുന്നില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും രണ്ടും പറയുന്നത് സ്വർഗം തരാം, ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിക പ്രസ്ഥാനം എന്നാണ്. അതാണ് അടിസ്ഥാനപരമായി നമ്മൾ അതിനെ ഇതര രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നവരാണല്ലോ ജമാഅത്ത് നേതാക്കളും അനുയായികളും. ആ നിലയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയെ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കുന്നതിൽ എന്താണ്? ജീവിത വിശുദ്ധിയുടെ വിഷയം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ നിലപാടുകളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം ജീവിത വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മൂല്യോമീറ്റർ ഇറങ്ങിയത്. ആ മൂല്യോമീറ്റർ ഇറങ്ങിയ സന്ദർഭത്തിൽ തന്നെ ഈ ജീവിത വിശുദ്ധി പാലിച്ച ആളുകളുടെ ഒന്നാമതായി വോട്ട് ചെയ്തത് ജനസംഘത്തിന്റെ, പിന്നെ BJP ആയി മാറിയ അദ്വാനിക്കും അതുപോലെ തന്നെ വാജ്പേയിക്കും ഒക്കെ. രണ്ടാമതായി പിന്നീട് വോട്ടിംഗ് വരുന്നത് അദ്വാനി അയോധ്യയിലേക്ക് രഥം ഉരുട്ടുകയാണ് ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടി. അങ്ങനെ ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടി രഥം ഉരുട്ടുമ്പോൾ അദ്ദേഹം അവിടെ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൂടി ആ രഥത്തിന്റെ പെട്ടിയിലുണ്ട്. കാരണം രാജേഷ് ഖന്നയുമായി ആയിരുന്നു അദ്ദേഹം മത്സരിച്ചത്. അപ്പൊ രാജേഷ് ഖന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഒരാളാണ്, അയാൾക്ക് മൂല്യമല്ല, അവിടെ മൂല്യം അദ്വാനിക്കാണ് പറഞ്ഞത്. ആ വോട്ടുമായിട്ടാണ് പോയത്. അപ്പോ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ വിശുദ്ധിക്ക് രാഷ്ട്രീയത്തിൽ യാതൊരു തരത്തിലുള്ള മൂല്യവുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ തന്നെ പറയുന്നത് കേവലം ചില വ്യക്തികൾക്ക് വോട്ട് കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ വ്യക്തികൾ പ്രദാനം ചെയ്യുന്ന ചില ആശയങ്ങളെയും പ്രസ്ഥാനങ്ങളെയുമാണ്. അവരുമായി ബയത്ത് ചെയ്യുക എന്നത്, അതിനെ അംഗീകരിക്കുക എന്നത് ഒരു യഥാർത്ഥ മുസ്ലിമിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അവർ രാഷ്ട്രീയ രംഗപ്രവേശനയും അവരുടെ വ്യക്തിത്വത്തൊക്കെ അളക്കുക യഥാർത്ഥത്തിൽ മറ്റുള്ളവരാണല്ലോ. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ചെളിയും കലരാത്ത പരിശുദ്ധ നെയ്യാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം ഇവിടെ ഉണ്ട്. ആ പുസ്തകം നമ്മളത് പ്രചരിപ്പിക്കാനല്ല, പക്ഷേ ആ പരിശുദ്ധ നെയ്യ് എന്ന് പറയാൻ കാരണം സാധാരണ രാഷ്ട്രീയക്കാർ പോലും ചെയ്യാത്ത തരത്തിലുള്ള വൃത്തികേടുകളും ക്രമക്കേടുകളും അവർ ചെയ്തു എന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അവർക്കെതിരെ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ അഭിപ്രായം പറയേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയല്ല, മറിച്ച് മുന്നണികളും പാർട്ടികളുമാകുമ്പോൾ അത് പ്രദാനം ചെയ്യുന്ന ആശയങ്ങളാണ് ഇവിടെ വിലയിരുത്തപ്പെടുക. അതുകൊണ്ട് അതാണ് നമ്മൾ പറയുന്നത്, വെറുതെ രാഷ്ട്രീയത്തിൽ കടന്നിട്ട് വ്യക്തി നാശാവാൻ പോകണ്ട, മറിച്ച് ഇസ്ലാം അംഗീകരിക്കുന്ന രൂപത്തിലുള്ള രാഷ്ട്രീയ നിലപാട് ഇന്ത്യയിൽ സ്വീകരിക്കുന്നതിന് വിരുദ്ധമായി ഇസ്ലാം തന്നെ രാഷ്ട്രീയമാകുന്നു എന്ന തരത്തിലേക്ക് നീങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഇസ്ലാമിനെ അവിടെ വിലയിരുത്തപ്പെടുക എന്നതാണ് അതിനുള്ള മറുപടി.